ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. ഇപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മളെ സുധി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ്. അതായത് ഒരു ടെൻഷൻ പിടിച്ച ആൾ നടക്കുന്നത് മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രേവതി അവൻ നടക്കുന്നത് കണ്ടിട്ട് മെല്ലെ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വന്ന് നോക്കുകയാണ്, എന്താണോ ഇയാൾ ഇങ്ങനെ നടക്കുന്നത് എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് മുറിയിൽ നോക്കുന്ന സമയത്ത് ചന്ദ്രയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ രേവതി സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് അപ്പോഴേ ഉറപ്പായിരുന്നു. നീ കാശെടുത്തു, അതിൻ്റെ പേരിൽ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായില്ലേ? നീ അത് നന്നായിട്ട് ആസ്വദിക്കായിരുന്നു അല്ലേ? അതിനുശേഷം ചന്ദ്രയുടെ അഭിനയമൊന്നുമല്ല, സത്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ നീ ഇവന് കാശ് കൊടുത്തതാണോ? അതെ, ശമ്പളം കിട്ടാൻ വൈകും, അതുകൊണ്ട് എനിക്കിപ്പോൾ ടിക്കറ്റ് എടുക്കണം. അതെ, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തതാ. ചന്ദ്ര അവിടെയും കള്ളനായ മകനെ രക്ഷിക്കായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് നിന്ന് രേവതി സങ്കടത്തോടെ മുകളിലേക്ക് കയറിപ്പോയി കട്ടലിൽ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ ആ സമയത്ത് ചിന്തിക്കുന്നത് അവളുടെ വീട്ടുകാരെ വെറുതെ കുറ്റം പറഞ്ഞ കാര്യത്തിനാണ്. അവളോട് പറഞ്ഞ കാര്യങ്ങൾ ചന്ദ്ര, ഞാൻ ചെയ്തതാണോ തെറ്റ് ചെയ്തത് നിന്റെ ആങ്ങളെയാ. അവൻ്റെ മുഖം നോക്ക്, കള്ളനാണെന്ന് എഴുതി ഒട്ടിച്ചതുപോലുണ്ട്. എടാ, നീ മാത്രമാണോ ഇങ്ങനെ, അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരെല്ലാവരും ഇങ്ങനെ തന്നെയാണോ? അതൊക്കെയാണ് രേവതിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത്. രേവതി അതുകൊണ്ട് ഓടി വന്നിട്ട് കട്ടലിൽ ഇരുന്നിട്ട് കരയാണ്. അപ്പോൾ പെട്ടെന്നാണ് സച്ചി വരുന്നത്. അപ്പോൾ സച്ചി മുറി കയറിയിട്ട് കഥ കടച്ചിട്ട് രേവതിയോട് പറയാണ്, രേവതി, നീ നാളെ എന്നെ നേരത്തെ വിളിക്കണം, രാവിലെ തന്നെ ഒരു ഓട്ടോ ഉണ്ട്. അപ്പോഴാണ് സച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേവതി, നീ എന്തിനാ കരയുന്നേ? ഏയ് ഒന്നുമില്ല. അമ്മ വീണ്ടും വല്ലതും പറഞ്ഞോ? പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ സച്ചേട്ടാ? പാവം എൻ്റെ അമ്മയും അനിയനും ഒരു തെറ്റും ചെയ്യാതെയാണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ സച്ചി പറയാണ്, ശരത്ത് നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അമ്മയെ കൊണ്ട് മാപ്പും പറയിച്ചു, പിന്നെ എന്തിനാ നീ കരയുന്നത്? അമ്മയും മകനും ചേർന്നുള്ളൊരു നാടകമായിരുന്നു ഇത്. ഒടുക്കം വാ മൂടിക്കെട്ടിയതുപോലെ നിർത്തിയില്ലേ? എൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ നോക്കിയിട്ടൊടുവിൽ അമ്മയാണ് അപമാനിതയായത്. വിട്ടുകള നീ രേവതി, കരയാതെ. എത്ര തവണയായി ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല, എന്നെയും കുടുംബത്തെയും അപമാനിക്കാൻ നോക്കുകയല്ലേ? ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവിടെയുള്ള ആൾക്കാരൊക്കെ കോടീശ്വരന്മാരാണല്ലോ. രാജപരമ്പരയിൽപ്പെട്ടതാ എൻ്റെ അമ്മ. പണം കൊണ്ടുള്ള മെത്തയിൽ അവർ കിടക്കുന്നത്. എൻ്റെ രേവതി, നിന്റെ കുടുംബം പോലെ തന്നെ ഒരു സാധാരണ കുടുംബമാണ് ഇതും. ഞാനൊരു സാധാരണക്കാരനായ ഡ്രൈവറും. പിന്നെ എന്തിനാ നിന്നെയും കുടുംബത്തെയും ഇങ്ങനെ താഴ്ത്തി സംസാരിക്കുന്നത്? എല്ലാവരും ഒരുപോലെയാണ്. രേവതി വീണ്ടും പറയാണ്, ശ്രുതിയുടെ അനിയനായിരുന്നെങ്കിൽ അമ്മ അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറുമായിരുന്നോ? കള്ളനെന്ന് മുദ്രകുത്തി ഇങ്ങനെ അപമാനിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. അവർ പണക്കാർ, മലേഷ്യയിൽ ബിസിനസ് നടത്തുന്ന കോടീശ്വരന ശ്രുതിയുടെ അച്ഛൻ. അതിൻ്റെ ബഹുമാനവും സ്നേഹവും അമ്മ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. പാവങ്ങളായതുകൊണ്ട് തന്നെയാ പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ അമ്മ അപമാനിച്ചത്. എൻ്റെ അമ്മയും അനിയനും അനിയത്തിയും അപമാനിതയായി. എല്ലാവർക്കും മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന ആ രംഗം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. പുറത്തുനിന്നുള്ള ആരെങ്കിലും ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോയെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടത് കൊടുത്തേനെ. അമ്മയായതുകൊണ്ടാ. അപ്പോൾ സച്ചി, അമ്മയായതുകൊണ്ടെന്താ? നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആരെയും ഭയക്കേണ്ടതില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വേണ്ട വിധത്തിൽ തക്കതായ മറുപടി കൊടുത്തിരിക്കണം. അത് അമ്മയെന്നല്ല, മറ്റാരായാലും ശരി. വേണ്ട സമയത്ത് കൊടുക്കണം, അല്ലാതെ മുറിയിൽ വന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പറയാനാ ഞാൻ? ശരത്തിന് അന്നൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതിലവന് കുറ്റബോധവും ഉണ്ട്. ഇന്നേ വരെ ഞങ്ങൾ ആരും ഒരു പൈസ പോലും മോഷ്ടിച്ചിട്ടുമില്ല, മോഷ്ടിക്കേയില്ല. നല്ലവണ്ണം അധ്വാനിച്ച് തന്നെയാണ് കുടുംബം പുലർത്തിയിരുന്നത്. കച്ചവടം ഇല്ലാത്തപ്പോൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി പോലും ആരുടെ മുമ്പിലും കൈനീട്ടുകയോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഞങ്ങളെയാ കള്ളന്മാർ എന്ന് വിളിച്ചത്. മോഷ്ടാക്കളുടെ കുടുംബാത്രേ ഞങ്ങളുടേത്. അപ്പോൾ സച്ചി പറയാണ്, അമ്മ അങ്ങനെ പറയരുതായിരുന്നു. അവരങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയടുത്ത് കയർത്ത് സംസാരിച്ചത്. സച്ചി എന്ത് പറഞ്ഞാലും രേവതിക്ക് മനസ്സിൽ നിന്ന് ആ വിഷമം പോകുന്നില്ല. ഒടുക്കം സത്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നീ കരയാതിരിക്കേ. എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല. എൻ്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. വിട് രേവതി, നീ കരയാതിരിക്കേ. അമ്മ പറയുന്നതിനൊക്കെ ചെവി കൊടുത്താൽ കരയാനേ നേരം കാണൂ. കണ്ണ് തുടക്കാനല്ലേ രേവതി ഞാൻ പറഞ്ഞത്? പിന്നെ സച്ചി തന്നെ രേവതിയുടെ കണ്ണ് തുടച്ചു കൊടുക്കുകയാണ്. പിന്നെ അവൻ തന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാ ഈ വെള്ളം കുടിക്കേ. കരയണ്ട. അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ആ സത്യം എപ്പോഴും നമ്മളെ രക്ഷപ്പെടുത്തും എന്ന്. ശരത്ത് തെറ്റ് ചെയ്തിട്ടില്ല, സത്യം അവൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെട്ടു.
മാങ്ങ അണ്ടി നട്ടാൽ മാവുണ്ടാവും, അല്ലാതെ കാഞ്ഞിര മരം ഉണ്ടാവില്ലല്ലോ. രേവതി നോക്കുന്നിട്ട് സച്ചി പറയാണ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അത് നല്ലതാണെങ്കിൽ പിന്നെ ആര് വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. എൻ്റെ അമ്മ പലതും പറയും, മുന്നും പിന്നും നോക്കാതെ സംസാരിക്കും. നീ പൂ കെട്ടുന്നവളാണല്ലോ, എല്ലാ പൂക്കൾക്കും ഒരേ കളറാണോ, നിറമാണോ? അല്ല, മല്ലി, മുല്ല, റോസ് ഇങ്ങനെ വേണ്ട ഓരോ പൂക്കൾക്കും ഓരോ നിറമാണ്. ഇത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ചോദിച്ചേ? സച്ചി ചിരിക്കുകയാണ്. ആഹാ, പൂക്കളെ പറ്റി പറയുമ്പോൾ LED ബൾബ് പോലെ ആ മുഖം പ്രകാശിക്കുന്നത് കണ്ടോ? പൂക്കൾ പല കളറിൽ, പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണോ? അവരും പലതരക്കാരാ, അതിലൊരു തരമാണ് എൻ്റെ അമ്മ. എല്ലാ പൂക്കളും നമ്മൾ തലയിൽ ചൂടാറില്ലല്ലോ, അതുപോലെ അമ്മ പറയുന്ന വാക്കുകളും നമ്മൾ എടുക്കണ്ട. നീ വിട്ടുകള രേവതി. അപ്പം രേവതി വീണ്ടും പറയാണ്, എന്നെ കാണാൻ ഇനി എൻ്റെ അമ്മയും സഹോദരങ്ങളും ഈ വീട്ടിലേക്ക് ഇനി അവർ വരുമോ? എങ്ങനെ വരും അവർ? ഒരു ബഹുമാനം കൊടുക്കാത്ത ഈ വീട്ടിലേക്ക് എങ്ങനെ വരും? ഞാനില്ലേ ഇവിടെ, അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും സ്വീകരിക്കാനും ഒക്കെ ഞാനില്ലേ ഇവിടെ. നിൻ്റെ അമ്മ എൻ്റെയും കൂടി അമ്മയാ, നിൻ്റെ സഹോദരങ്ങളും എൻ്റെയും കൂടി സഹോദരങ്ങളാ. നിങ്ങൾ അച്ഛനിപ്പോൾ ഇല്ല, അദ്ദേഹം എങ്ങനെ നിങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. ആര് ബഹുമാനിച്ചില്ലെങ്കിലും ഞാൻ ബഹുമാനിക്കേണ്ടത് നിങ്ങളെ. ഞാൻ ഉള്ളിടത്തോളം കാലം നിൻ്റെ വീട്ടിലെ നിൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും നല്ല ധൈര്യത്തിൽ ഇങ്ങോട്ടേക്ക് കടന്നു വരാം. ആരും അപമാനിക്കില്ല അവരെ, അതിന് ഞാൻ സമ്മതിക്കില്ല. രേവതി പിന്നെ സങ്കടത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, ഇനി നീ ഇങ്ങനെയൊന്നും പറയല്ലേ രേവതി. രേവതി പിന്നെ എണീറ്റ് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്തിനാ രേവതി കരയുന്നേ? സന്തോഷം കൊണ്ടാ. രേവതി പിന്നെ സച്ചിയെ അല്പം താഴ്ത്തിയിട്ട് ഉമ്മ കൊടുക്കുകയാണ്. പിന്നെ രണ്ടുപേരും സ്നേഹത്തോടു കൂടിയുള്ള കെട്ടിപ്പിടുത്തോ. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. ശ്രീകാന്ത് ഇതാ ഒരു സ്ഥലത്ത് വണ്ടിയും വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും വർഷ അവിടെ വന്നു. മറ്റേ വർഷയോട് ചോദിക്കുകയാണ്, സ്കൂട്ടർ ഇന്നും വർക്ക്ഷോപ്പിൽ കയറ്റിയല്ലേ? അല്ല, അതെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തകരാറിലാവുന്നേ? അറിയില്ല, എന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ട്. ആ, ഓടിക്കുന്നവരുടെ തകരാറ് കൊണ്ടും പ്രോബ്ലം ഉണ്ടാകാം. അപ്പോൾ വർഷയും പറയാണ് അത് കേട്ടിട്ട്, ആ, എനിക്ക് സ്കൂട്ടർ നേരാൻ വണ്ണം ഓടിക്കാൻ അറിയില്ലെന്നാണോ നീ പറയുന്നേ? ആ, നീ എപ്പോഴാണ് നേരാൻ വണ്ണം ഓടിച്ചിട്ടുള്ളത്? എൻ്റെ കൺമുന്നിൽ വെച്ചല്ലേ ഒരു സ്ത്രീയെ ഇടിച്ചിട്ടത്. സത്യം പറ, നേരായ വഴിയിൽ കൂടി തന്നെയാണോ നിനക്ക് ലൈസൻസ് കിട്ടിയത്, അതോ നിൻ്റെ അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കിട്ടിയതാണോ? നീ എന്താ എന്നെ കളിയാക്കാണോ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് തന്നെയാണ് ലൈസൻസ് എടുത്തത്. അത് കേട്ടവൻ ചിരിക്കുകയാണ്. അപ്പോൾ പറയാണ്, എന്തിനാ ചിരിക്കുന്നേ? ഓ, കളിയാക്കുകയാണല്ലേ നിന്നെ ഞാൻ. ഏയ്, നീ ലൈസൻസ് എടുക്കേണ്ടിയിരുന്നില്ല. നീ എപ്പോഴും എൻ്റെ വണ്ടിയിലല്ലേ വരികയും പോവുകയും ചെയ്യുന്നത്. ഓ, നിനക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ? എന്നാൽ ഞാൻ വരുന്നില്ല, ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. അപ്പോൾ അവൻ വിളിക്കുകയാണ് വീണ്ടും, വർഷ പിണങ്ങല്ലേ, വാ വന്ന് വണ്ടി കയറ്. നിൻ്റെ സ്കൂട്ടർ എന്നും വർക്ക്ഷോപ്പിലായിരിക്കണേ എന്നാ എൻ്റെ പ്രാർത്ഥന. എങ്കിൽ പിന്നെ എപ്പോഴും നീ എൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കാണുമല്ലോ. ആ, അങ്ങനെ പറ. കയറട്ടെ? വിട്ടോ വണ്ടി വിട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും വണ്ടിയിൽ കയറി പോവുകയാണ്. അപ്പോഴാണ് വഴിക്ക് വെച്ച് ഭാമ കാണുന്നത്. ഭാമ എന്നിട്ട് ചിന്തിക്കുകയാണ്, ശ്രീകാന്തല്ലേ അത്? അപ്പോൾ ആ പുറകിലിരിക്കുന്ന പെണ്ണേതാ? ഇവനാള് കൊള്ളാലോ. ചന്ദ്ര ഇത് വല്ലതും അറിയുന്നുണ്ടാവോ? അങ്ങനെ വർഷയെ ശ്രീകാന്ത് അവളുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചു. വന്നിട്ട് പറയാണ്, ഇനി ഞാൻ പോട്ടെ, വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാൻ വരാം. ആ, ഓക്കെ, ലവ് യു ശ്രീകാന്ത്. എന്നിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ എന്താ എന്നോടൊന്നും പറയാത്തേ? ആ, ലവ് യു ടു, വൈകുന്നേരം കാണാം. അവൾ വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാണ്, ആ ശ്രീകാന്തേ, പെട്ടെന്ന് പോകണോ? എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് തോന്നുക. ചെന്ന് ജോലി ചെയ്, വൈകുന്നേരം കാണാം. ബൈ. പിന്നെ രാവിലെയായി. അങ്ങനെ ചന്ദ്ര മുകളിലേക്ക് വരികയാണ്. രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറുന്നതാണല്ലോ. സമയം 7:30 ഇവളെ എന്താ കാണാത്തത്? ഇവൾക്കിതെന്ത് പറ്റി? വാതിലിന് മുട്ടി വിളിച്ചാലോ? വാതിലിന് മുട്ടി വിളിക്കാൻ പോകുമ്പോഴേക്കും രേവതി പുറത്തിറങ്ങി. കുളിയൊക്കെ കഴിഞ്ഞ് തലമുടിക്ക് തോർത്തൊക്കെ ചുറ്റിയിട്ടാണ് അവൾ ഇറങ്ങി വരുന്നത്. എന്നിട്ട് രേവതിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, സമയം എത്ര ആയിന്നറിയോ? നീ എന്താ എഴുന്നേൽക്കാതിരുന്നത്? വൈകി. ഡി, ഇതെന്താ പതിവില്ലാതെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ തോർത്തെല്ലാം തലയിൽ ചുറ്റി? ഒന്നുമില്ല അമ്മേ, ചുമ്മാ. ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി ഉച്ചവരെ കാത്തു നിൽക്കണോ ഞാൻ? ഒരു 10 മിനിറ്റ്, ഞാനിപ്പോൾ ചായ എടുത്തിട്ട് വരാം. എന്ത് പറ്റി ഇവൾക്ക്? ഒരുമാതിരി ചിരിച്ചിരിച്ചിട്ട് പോകുന്നേ. നടക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിത്യ ദിവസവും നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവൾ പെട്ടെന്ന് തന്നെ അമ്മയാവോ? ഇവൾ പെട്ടെന്ന് തന്നെ പ്രസവിക്കും. അപ്പോഴാണ് സുധി എണീറ്റ് പുറത്ത് വരുന്നത്. അവൻ ഞെടിപിരി കൊണ്ടിട്ട് പറയാണ്, ആ അമ്മയെന്ന് പറയാണ്. അപ്പം തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അമ്മേനെ കാണുന്നത്. എന്നിട്ട് പറയാണ്,
ആ അമ്മയോ? വൈകി എണീക്കുന്നവരാണല്ലോ. ഇന്നെന്താ നേരത്തെ എണീറ്റേ? ഇന്നലെ രാത്രി കുറച്ച് നേരത്തെ ഉറങ്ങി, 9 മണിക്ക്. അതാ ഇന്ന് നേരത്തെ എണീറ്റത്. ഇന്നലെ 9 മണിക്ക് ഉറങ്ങിയെന്നോ? എന്തോ നടാ നീയൊക്കെ ഇങ്ങനെ? അമ്മേ, ഞാൻ നല്ല ടയർഡായിരുന്നു. അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയതാ അമ്മേ. നീ ജോലിക്കൊന്നും അല്ലല്ലോ പോകുന്നത്. ജോലി അന്വേഷിക്കാനല്ലേ പോകുന്നേ? ടയേർഡാന്ന് പോലും. അമ്മേ, ഷോ ഇവനെയൊക്കെ എന്താ വേണ്ടത്? അപ്പോഴേക്കും ശ്രുതിയും അവിടെ വന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് മോർണിംഗ് ആൻറ്റി. ആ, നീ എഴുന്നേറ്റല്ലേ? എന്താ കുളിക്കാത്തേ? ഓ, പിന്നെ കുളിക്കാം. ഒരു മൂഡില്ല. ഇന്നലെ രാത്രി അക്കൗണ്ട്സൊക്കെ നോക്കി കുറേ വൈകിയാണ് കിടന്നത്. ഉറക്കം മതിയായില്ല. നീ എന്താ പറഞ്ഞേ? രാത്രി വൈകും വരെ അക്കൗണ്ട്സ് നോക്കിയിരുന്നോ? ആ അതെ അമ്മേ, പാതിരാത്രി കഴിഞ്ഞിട്ടാണ് ഇവൾ ലൈറ്റ് ഓഫ് ആക്കിയത്, ശ്രുതി പറയാ. ആ അമ്മേ, എനിക്കൊരു കോഫി വേണമായിരുന്നു. അമ്മ എനിക്കൊരു കോഫി ഇട്ട് തരുമോ? കോഫിയല്ല നിനക്ക് വേണ്ടത്, അടിച്ച് നിൻ്റെ. അമ്മേ, ഞാനൊരു കോഫിയല്ലേ ചോദിച്ചുള്ളൂ. അതിനെന്തിനാ അമ്മ അടിക്കുമെന്നൊക്കെ പറയുന്നേ? 9 മണിക്ക് ഉറങ്ങിയിട്ട് അവന് കോഫി വേണത്രേ. അമ്മേ, എന്നിട്ട് ശ്രുതിയോട് പറയാണ്, എന്താ ശ്രുതി ഇങ്ങനെ പാതിരാത്രി വരെ അക്കൗണ്ട്സ് നോക്കിയിരുന്നു അല്ലേ? കഷ്ടം, നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നടക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മേ, അമ്മേ, ഞാനൊരു കോഫിയല്ലേ ചോദിച്ചുള്ളൂ, അതിനെന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അത് കേട്ട് ശ്രുതിയോട് പറയാണ്, ശ്രുതിക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലല്ലേ? എന്ത് കാര്യം? ഓ കഷ്ടം. ഓഫീസ് പോവാൻ നോക്ക്. എന്തോഫീസ്? ഏ, എന്തോഫീസെന്നോ? എന്തോഫീസെന്ന്? ഞാൻ ഓഫീസിലല്ലല്ലോ, കാർ ഷോറൂമിലാണല്ലോ. വിക്കി പറയാ. ആ അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ, ഷോറൂമെങ്കിൽ ഷോറൂം പോവാൻ നോക്ക്. അല്ല, കോഫി. ശ്രുതി ഒന്ന് കുളിക്ക്, ഞാൻ കോഫി കൊണ്ടുതരാം. ഓ, ദേവു പൂവും കൊണ്ട് സൈക്കിളും കൊണ്ട് പോവാണ്. അപ്പോഴാണ് ശ്രീകാന്തിനെ കണ്ടത്. ശ്രീകാന്തും വണ്ടി വന്നിട്ട് അവൾക്ക് ക്രോസ് ആയിട്ട് നിൽക്കുകയാണ്. ഹായ് ദേവു. ആ ഹായ് ശ്രീകാന്ത്. നീ എന്താ സൈക്കിൾ തള്ളിക്കൊണ്ട് പോകുന്നത്? ഓടിക്കാൻ അറിയില്ലേ നിനക്ക്? ഞാൻ ഇതിനു മുമ്പ് സൈക്കിൾ ഓടിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ഇല്ല, എനിക്ക് നന്നായിട്ട് സൈക്കിൾ ഓടിക്കാൻ അറിയാം. ഓ, വഴിയിൽ വെച്ച് ഇതിൻ്റെ ടയർ പഞ്ചറായി, അതാ തള്ളിക്കൊണ്ട് പോകുന്നത്. പഞ്ചർ ഒട്ടിച്ചൂടെ? ഇവിടെ 2-3 കടകളുണ്ടല്ലോ. പഞ്ചർ ഒട്ടിക്കുന്ന കടകളൊന്നും തുറന്നിട്ടില്ല. സ്ഥിരമായി പൂക്കൾ കൊടുക്കുന്ന 2-3 വീടുകളിലും കടകളിലും പൂക്കൾ എത്തിക്കണം. അവരാണെങ്കിൽ എന്താ വരാത്തതെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. നടന്നെത്തണ്ടേ? കുറച്ച് ദൂരം പോകാനുണ്ട്. ആ സൈക്കിളും തള്ളിക്കൊണ്ട് പോയാൽ നീ നേരം വഴുകും. അതുകൊണ്ട് നീ എൻ്റെ ബൈക്കിൽ കയറും. പൂ കൊണ്ടുപോയി കൊടുക്കേണ്ടടുത്തൊക്കെ ഞാൻ നിന്നെ കൊണ്ടാക്കാം. തിരിച്ചെനിക്ക് ക്ഷേത്രത്തിലെത്തണം. എന്നെ കൊണ്ടുവിടാൻ നിന്നാൽ നീ വൈകും. നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ? അതൊന്നും സാരമില്ല. നിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്നാൽ ശരി, ഞാൻ സൈക്കിൾ അവിടെ വെക്കട്ടെ. നീ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് കോളേജിൽ പോവുക? അതൊക്കെ പോവും. സമയം കിടക്കുകയല്ലേ. പിന്നെ ആ പെണ്ണിനോട് സംസാരിക്കാറൊന്നുമില്ലേ? സംസാരിക്കാറുണ്ട്. നീ അവളോട് ലവ് തുറന്നു പറഞ്ഞോ? അത് കേട്ട് ശ്രീകാന്തിന് സങ്കടമായി, ഷോക്കടിച്ചതുപോലെയായി. ദേവു തന്നെ അങ്ങനെ ചോദിച്ചതുകൊണ്ട് അവന് ശ്രീകാന്തിന് വല്ലാത്ത വിഷമമായി. അത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.